ദൈവത്തിനൊരു പഞ്ഞവുമില്ല. സംസാരിക്കണേ സംസാരിക്കും, കാണണേ കാണാം. പക്ഷേ നമ്മളതനുസരിച്ച് ഒന്ന് ക്രമീകരിക്കണം. നിങ്ങളൊന്ന് അനുതാപപ്പെടണം. അതാണ് പ്രശ്നം. വല്ല അഹങ്കാരമോ മുൻകോപമോ കലഹമോ ഭിന്നതയോ വൈരാഗ്യമോ മദ്യപാനമോ മദ്രാസക്തിയോ ഇങ്ങനെ കർത്താവിന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അനുതാപപ്പെട്ടിട്ട് കാരുണ്യം ആർജിക്കാൻ വേണ്ടി ജീവിതം പുനഃക്രമീകരിച്ചിട്ട് വലിയ അപ്പോസ്തലനായിട്ട് മാറാൻ വേണ്ടി നീ കണ്ണീരോടെ ആഗ്രഹിക്കണം. അങ്ങനെ വരുമ്പോൾ ദൈവത്തെ മനസ്സിലാകും. ദൈവ മക്കളാകാനുള്ള കഴിവ് നൽകിയെന്നല്ലേ പറയണത് യോഹന്നാൻ 1:12 അല്ലേ? അപ്പം ആ കഴിവ് കിട്ടും. ദൈവമക്കളാണെങ്കിൽ അപ്പനും അമ്മയൊക്കെ കൂടെ ഉണ്ടാകും എപ്പോഴും. ഈ കാണുന്നതെന്നൊക്കെ പറഞ്ഞാൽ അതാണ് പ്രശ്നം എന്ന് പറഞ്ഞ് മറ്റുള്ളവർ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ല. ദൈവത്തിൻ്റെ ഓരോ അടയാളവും നമ്മുടെ തൊട്ടനുഭവം തന്നെയാണ്. ചിലർ കാണും, ചില കണ്ടില്ലെങ്കിലും കാണുന്നവരെക്കാൾ കൂടുതൽ അനുഗ്രഹം കിട്ടുന്ന ആൾക്കാരും ഉണ്ട്. ദൈവത്തെ കണ്ടില്ല, പക്ഷെ കാണുന്നവരെക്കാൾ കൂടുതൽ അനുഗ്രഹം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതും ഒരു കാഴ്ചയാണ്, അനുഭവം കൊണ്ടുള്ള കാഴ്ച. ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് മുദ്ദക്ക്, ദാറ്റ് മീൻസ് യശനി കാണിക്കുന്ന ഓരോ സ്ഥലവും നിങ്ങൾ കൈവച്ചേക്കണം. ഇത് കണ്ടോ, ഞാൻ ബാക്കിലെ കൈവച്ചേക്കണം. എന്തൊക്കെ സംഭവം എന്നറിയാമോ? എല്ലാവരും വെക്കേണ്ട കാര്യമില്ല. അവിടെ മരവിപ്പുള്ളവരുണ്ട്, അവിടെ രക്തം കുടുങ്ങിയവരുണ്ട്, അവിടെ ബ്ലോക്കായിട്ടുള്ളവരുണ്ട്, അവിടെ ഹിറ്റിനെസ് പിന്നെ എന്തോ ഇങ്ങനെ പിടിച്ച് വെച്ചിരിക്കുന്നവരുണ്ട്. അവർക്ക് അവിടെ കൈവെക്കാം. നമ്മൾ നേരത്തെ പ്രാർത്ഥിച്ചപ്പോൾ രക്തസ്രാവ രോഗികളെ പറഞ്ഞിരുന്നു. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഓർത്തത് എന്താണെന്ന് വെച്ചാൽ, ശിരസിൽ കൈവെക്കാൻ നേരത്തെ രക്തസ്രാവ രോഗിയെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ചിലപ്പോൾ വല്ല പീയൂഷ ഗ്രന്ഥിയും നമ്മുടെ ഗൊണാഡ്സും അതുപോലെ ജനറ്റിക്കൽ ഓർഗൻസൊക്കെ ആയിട്ട് കുറേ ബന്ധങ്ങളുള്ളതാണ്. അപ്പം അതിൻ്റെ വർക്കെല്ലാം നടക്കുന്നത് തലയിലാണ് നടക്കുന്നത്. അപ്പോൾ ഈ സ്രാവം വരണത് അൺകൺട്രോൾഡായിട്ട് സ്രാവം വരുമ്പോൾ ചിലപ്പോൾ തലയുടെ പ്രശ്നമായിരിക്കാം. അപ്പം നിങ്ങളിപ്പോൾ ചെയ്യേണ്ട കാര്യം, ഈ രക്തസ്രാവ രോഗികളും അതുപോലെ സ്രാവ രോഗികളുമെല്ലാം സാധാരണ പ്രാർത്ഥിക്കുന്ന സമയത്ത് അടിവയറ്റിലാണ് കൈവെക്കേണ്ടത്. അടിവയറ്റി കൈവെക്കണം. വേറെ ഇപ്പോൾ വയറ്റ് ഡിസ്ചാർജൊക്കെ ഇല്ലേ, വെള്ളപ്പൊക്ക്, ആരോഗ്യമൊക്കെ വന്നാൽ മനുഷ്യൻ എത്ര ഭക്ഷണം കഴിച്ചാൽ അറിയത്തില്ല, ശരീരം ചൂടാകും, തലക്ക് വട്ട് പിടിച്ചവരുണ്ടാകും, ഉറക്കം വരത്തില്ല, പല പ്രശ്നങ്ങളാണ്. അങ്ങനെയുള്ളവരൊക്കെ അടിവയറ്റ് കൈവെക്കുമ്പോൾ ഓർക്കുക, എൻ്റെ കർത്താവിൻ്റെ അൾത്താറയിൽ നിന്ന് അമ്മമാതാവിൻ്റെ മധ്യസ്ഥതയിലാണ്, ഈശോയുടെ നാമത്തിലാണ് ഞാൻ കൈവെക്കണമെന്ന് വിശ്വാസി ഓർക്കണം. ചുമ്മാ കൈവെക്കരുത്. കർത്താവിൻ്റെ അൾത്താറയിൽ നിർദ്ദേശപ്രകാരം അമ്മമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഈശോൻ്റെ നാമത്തിലാണ് ഞാൻ കൈവെക്കണത്. ശാരീരിക രോഗമുള്ളവർ, തൈറോയിഡുകാർ, ടോൺസിറ്റുകാരും സ്പണ്ടിലോസിസ് അസുഖമുള്ളവരും ഒക്കെ കഴുത്തിൽ കൈവെക്കണം. അലർജി രോഗികൾ നെറ്റിക്ക് കൈവെക്കണം. ചുമ്മാ തുമ്മി ചീറ്റിയും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഈ നെറ്റിക്ക് കൈവെക്കുന്നവർക്ക് കാതിൻ്റെ അസുഖങ്ങളും കണ്ണിൻ്റെ അസുഖങ്ങളും ഒക്കെ മനസ്സിൽ ഈശോനോട് പറയാവുന്ന, വായനാറ്റം ഉൾപ്പെടെയുള്ളത് അസുഖമാണ്, വയറിൻ്റെ അസുഖമാണ്. അതെല്ലാം ഈശോനോട് പറയാം. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഓരോ രോഗങ്ങൾക്കായി ഓരോ ഇടങ്ങളിലെ അമ്മയുടെ മധ്യസ്ഥത്തിൽ അങ്ങയുടെ നാമത്തില് കൈവച്ചിരിക്കുന്ന ഇടങ്ങളെ രോഗങ്ങളും അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന രോഗങ്ങളെ യേശു നാമത്തിൽ ഈ നിമിഷം സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയമാണ്. അച്ഛൻ മുമ്പ് പറഞ്ഞ പോലെ പലതും നമ്മുടെ കഴിവിനെ ആശ്രയിച്ചല്ല ഇരിക്കണത്. നമ്മുടെ കഴിവ് കൊണ്ട് എത്തിപ്പെടാത്ത കാര്യങ്ങളിലേക്ക് എത്തിപ്പെടാതെ നമുക്ക് നിലനിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഉടമ്പടി ചെയ്തതും ദൈവം ഉടമ്പടി ഈ സമൂഹത്തിന് നൽകിയത്. ഉടമ്പടി നമ്മുടെ കഴിവിലല്ല, ദൈവത്തിൻ്റെ കഴിവിലാണെന്ന് സുവിശേഷ പ്രഭാഷണത്തിൽ നമ്മൾ കേട്ടതാണ്. ഇപ്പോൾ ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. ഇപ്പോഴും മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. ഇപ്പോൾ സാമ്പത്തികമായ ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. കസ്റ്റമേഴ്സിന് കിട്ടാത്തവർക്ക് വേണ്ടി, ഇപ്പം കടയൊക്കെ നടത്തിയിട്ട് കച്ചവടം നടക്കാത്തവരില്ലേ, അവർക്ക് വേണ്ടി. വരുമാന മാർഗങ്ങൾ മുട്ടിപ്പോയ എന്തുമാത്രം പേരുണ്ട്. ഞാൻ എപ്പോഴും അമ്മ മാതാവിൻ്റെ അടുത്ത് ആലോചന ഉണ്ടാക്കുന്നത് സാമ്പത്തിക ബാധ്യതക്കാർക്ക് വേണ്ടിയാണ്. ഇപ്പം ഇവർ ചിലപ്പോൾ എൻ്റെ ഇടയ്ക്ക് 25 ലക്ഷം 1 കോടി എന്നൊക്കെ പറഞ്ഞാലും 1 കോടി എന്ന് കടം പറഞ്ഞാലും നിൽക്കാൻ പറ്റാത്തതായിട്ടൊക്കെ കൂട്ടിയാലും 40 ലക്ഷം ഉറപ്പായിട്ടും കടമുണ്ടാകും, നിവൃത്തിയില്ലാത്ത കടങ്ങളുണ്ടാകും. അപ്പം സമാധാനം നഷ്ടപ്പെടുക. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ജോലിയില്ലാത്തവർക്ക് വേണ്ടിയും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഈശോ സാമ്പത്തിക ബാധ്യതകളാൽ വിഷമിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വരുമാനമില്ലാത്തവര്, സാമ്പത്തിക ഭീഷണി അനുഭവിക്കുന്നവര് യേശുക്രിസ്തുവിന്റെ നാമത്തില് വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അകന്നിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. കേസിലിരിക്കുന്നവരെ, നിങ്ങളുടെ ഒരു ന്യായമുണ്ട്, ദൈവത്തിൻ്റെ ന്യായമുണ്ട്. ചിലക്ക് പറയും ആ കേസ് ഞങ്ങൾ ജയിക്കണം, പിരിഞ്ഞ് താമസിക്കണം, വേറെ കെട്ടണം എന്ന് പറയും. അതൊന്നും ഇപ്പോൾ ഇവിടെ പറയാൻ പറ്റത്തില്ല. ഇവിടെ പറയാൻ പറ്റണ എന്താ, കർത്താവേ, അത് കുരിശാണെങ്കിലും പാമ്പാണെങ്കിലും നിനക്ക് ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നതാണ് നിൻ്റെ ഹിതമെങ്കിൽ അതിന് പറ്റുന്ന രീതിയിൽ എൻ്റെ ഹൃദയത്തെ പരുവപ്പെടുത്തി അഭിഷേകം ചെയ്യാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. Lord Jesus, pour out your spirit. Touch the fire finger. Soak with the precious blood. എൻ്റെ പേര് നിമിഷ. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഞാനൊരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചതാണ്. ഞാൻ ചെറുപ്പം മുതലേ ഈശോയിനും മാതാവിനും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു. അങ്ങനെ ഞങ്ങളും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. പിന്നെ ഹസ്ബൻഡിന് അങ്ങനെ വീട്ടുകാർ പറഞ്ഞ വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഞാൻ രഹസ്യമായിട്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഇവിടെ യൂട്യൂബിൽ ഞാൻ ഇവിടുത്തെ ഒരു സാക്ഷ്യം കാണാനായിട്ട് ഇടയായി. അപ്പോൾ ആ സാക്ഷ്യം കണ്ട് പിന്നെയും ഞാൻ 2-3 സാക്ഷ്യങ്ങൾ കണ്ടു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ജോലിക്ക് വന്നപ്പോൾ ജോലി സ്ഥലത്ത് കൃപാസനം പത്രം കണ്ടു. ആ പത്രം ഞാൻ വായിച്ച് ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചേച്ചിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ആലപ്പുഴയിൽ മാതാവിൻ്റെ ഒരു പള്ളിയുണ്ട്, അവിടെ ഭയങ്കര അത്ഭുതങ്ങൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു.
അപ്പം ഞാനത് രഹസ്യമായിട്ട് ഞാൻ ഫോണിൽ കാണാറുണ്ടായിരുന്നു, അച്ഛൻ്റെ ധ്യാനമൊക്കെ കേൾക്കാറുണ്ട്. അങ്ങനെ ഒരിക്കൽ ഞാൻ സ്വപ്നം കണ്ടു, ഞാനും ഹസ്ബൻഡും കൂടി ഇങ്ങോട്ട് വരുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. അത് കഴിഞ്ഞ് ഞാനിങ്ങോട്ട് വരാനായിട്ട് ഞാൻ എന്നും മാതാവിൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിക്കും, എനിക്ക് ഇവിടെ വരണം, എനിക്ക് മാതാവിൻ്റെ അടുത്ത് ഇവിടെ വന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അച്ഛനെ വയ്യാതെ, ഈ അച്ഛന് 75 വയസ്സ് കഴിഞ്ഞതാണ്. അച്ഛൻ ഭയങ്കര സീരിയസ് ആയിട്ട് കിടക്കുമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ വർക്ക് ചെയ്യുന്ന അവിടുത്തെ സിസ്റ്റർ പറഞ്ഞു, ഇവിടെ വന്ന് അച്ഛനെ നമുക്ക് കിട്ടാനല്ല, അച്ഛൻ നല്ല വയസ്സായി, അച്ഛൻ കിട്ടില്ല എന്നുള്ളത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു നമുക്ക് ദൈവത്തിൻ്റെ ഇഷ്ടം എങ്ങനെയാണോ അത് നിറവേറണം, അച്ഛനെ ബുദ്ധിമുട്ടിക്കരുത്, നിങ്ങൾ അവിടെ വന്ന് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് ചോദിച്ച് ഞാൻ വന്നു, പക്ഷെ ഉടമ്പടി എടുക്കണ കാര്യം ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞാൻ പോയി, ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പം അച്ഛൻ മരിച്ചു. ഞാൻ സ്വപ്നം കണ്ടു 2 ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ കഴുത്തിൽ ഇങ്ങനെ കാശുരൂപം, മാതാവിൻ്റെ കാശുരൂപം. ഞാൻ ചോദിച്ചു അച്ഛനത് എവിടെ നിന്ന് കിട്ടിയേ പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഞാൻ ഇവിടെ കൃപാസനത്തിൽ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാനിനി എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരെന്നും വിശ്വസിക്കുന്നു, അവരുടെ കൂടെ മാത്രം ഞാനിനി ഇവിടെ വരുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ഈ ഉടമ്പടി എടുത്ത കാരണം ഈ 3 മാസം ഞാൻ അഞ്ചലിക്ക് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഇവരെ കാണാതെ ഞാൻ അടുക്കളയിൽ വെച്ച് എനിക്കങ്ങനെ മാതാവിൻ്റെ ഫോട്ടോ പോലും കൈ പിടിക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. ഞാൻ ചിരട്ടയിൽ മാതാവിൻ്റെ തിരി കത്തിച്ച് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ ഇനി എനിക്ക് ഉടമ്പടി പുതുക്കാനാണെങ്കിൽ മറയില്ലാണ്ട് പ്രാർത്ഥിക്കാൻ അമ്മ എനിക്കൊരു വഴി കാണിച്ചു തരണം, എന്നാൽ മാത്രം ഞാൻ ഈ ഉടമ്പടി പുതുക്കുള്ളൂ. എനിക്ക് പ്രാർത്ഥിക്കണം, എൻ്റെ അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി എനിക്ക് കണ്ടിന്യൂ ചെയ്യണം, എൻ്റെ അമ്മ എന്നെ അനുഗ്രഹിക്കണം. ഞാൻ ഇവർ ഹസ്ബൻഡൊന്നും കാണാതെ ഞാൻ പ്രാർത്ഥിക്കും. അങ്ങനെ പിന്നെ എനിക്കിങ്ങനെ അച്ഛൻ്റെ ധ്യാനം ഒരു വട്ടെങ്കിലും ഇവിടെ വന്ന അച്ഛൻ്റെ ധ്യാനത്തിൽ എനിക്ക് പങ്കുകൊള്ളുന്ന ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു ദിവസം ഞാനിനി ഹസ്ബൻഡിനെ മാനസാന്തരപ്പെടാനായിട്ട് എന്നെ ഇവിടെ വിടാനായിട്ടുള്ള ഒരു അനുവാദം കിട്ടാനായിട്ട് ഞാൻ ഒരുങ്ങി പ്രാർത്ഥിച്ചു. അമ്മയോട് പറഞ്ഞു അമ്മ തന്നെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഇത് പറയണം, അതിനുള്ള മറുപടി അമ്മ തന്നെ എനിക്ക് തരണം. അങ്ങനെ ഞാൻ 2-3 ദിവസമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഹസ്ബൻഡ് എൻ്റെ ഫോൺ നോക്കി, ഫോണിൽ ഇതൊക്കെ കണ്ടപ്പോൾ ചോദിച്ചു ഇതെന്താന്ന്. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞു ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം തന്നെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് അങ്ങോട്ട് പോവാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ വന്ന് ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടായപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നമുക്കൊന്ന് അങ്ങോട്ട് പോകാൻ പറഞ്ഞു. ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ സൺഡേ ആണ് ഇവിടെ വന്നത്, അച്ഛൻ്റെ ധ്യാനത്തിൻ്റെ ദിവസം. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞു നീ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിളിക്കും, ഞാൻ പുറത്ത് നിൽക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് എത്ര പേര് ഇവിടെ വരാനായിട്ട് ആഗ്രഹിച്ചിട്ട് പറ്റണില്ല, നമ്മളിവിടെ എത്തിയില്ലേ, അച്ഛൻ്റെ ധ്യാനം ഒന്ന് കേട്ടൂടെ പറഞ്ഞു. ഞങ്ങൾ 2 പേരും ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഇരുന്ന് ഞങ്ങൾ അച്ഛൻ്റെ ധ്യാനം കേട്ടു. ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു എനിക്കിവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ എന്തോ ഒരു പോസിറ്റീവ് എനർജി കിട്ടി. അപ്പോൾ ആളും പിന്നെ എൻ്റെ കൂടെ ഞങ്ങൾ 2 പേരും കൂടി അച്ഛൻ്റെ ധ്യാനം കാണാനൊക്കെ തുടങ്ങി. ഇവിടെ നിന്ന് പോയതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ആൾക്ക് വലിയൊരു വർക്ക് കിട്ടി, ഒരു 5 ലക്ഷത്തിൻ്റെ വർക്ക് കിട്ടി. ആ വർക്ക് ആൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റി. ആൾ സ്വന്തമായിട്ട് തുടങ്ങിയെങ്കിലും കൂടിയിട്ട് അതങ്ങോട്ട് ശരിക്കും ചെയ്യാനായിട്ട് പറ്റിയില്ല. ആൾക്ക് അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്കാണ്, സ്വന്തമായിട്ട് കട തുടങ്ങിയെങ്കിലും കൂടി അത് കൃത്യമായി ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഇവിടെ വന്നതിൻ്റെ ശേഷമാണ് വലിയ വർക്ക് കിട്ടി. അതാൾ നല്ല ലാഭമൊക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടിയായിരുന്നു. അങ്ങനെ ആളുടെ കീഴിൽ 4 പേരേനെ ആൾ ഹെൽപ്പായിട്ട് വെച്ചു. അങ്ങനെ വർക്കുകളൊക്കെ കിട്ടി തുടങ്ങി. അങ്ങനെ ആൾക്ക് ഭയങ്കര വിശ്വാസമായി. അങ്ങനെ ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ആൾക്കൊരു തണ്ടൽ വേദന ഉണ്ടായിരുന്നു, കുറച്ച് നാളായിട്ടുണ്ട് തണ്ടൽ വേദന. ഞങ്ങൾ കുറേ ഡോക്ടർമാരെ കാണിച്ച് അപ്പോൾ അതിനൊരു കുറവുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു നമുക്ക് മാതാവിൻ്റെ അവിടെ പോയി പ്രാർത്ഥിക്കാം, അതിന് ശേഷം നമുക്ക് എന്താണെന്നുണ്ടെങ്കിൽ തീരുമാനിക്കാൻ പറഞ്ഞു. ഇവിടെ വന്ന് ഹസ്ബൻഡ് ആ വേദന വെച്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാതാവിൻ്റെ ഇവിടേക്ക് മുട്ടുകുത്തി വന്നു. എന്നിട്ട് അന്ന് ഹസ്ബൻഡും അന്ന് ഉടമ്പടി എടുത്തു. അന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ ഈ അസുഖം ഈ ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റണമെന്ന് ഞങ്ങൾ 2 പേരും കരഞ്ഞു പ്രാർത്ഥിച്ചു. അന്ന് രാത്രി ഹസ്ബൻഡിൻ്റെ വേദന കൂടി ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി എമർജൻസി MRI ചെയ്തു. അന്ന് സർജറി ദിവസം അല്ലായിരുന്നിട്ടും അന്ന് ഡോക്ടർ ഞങ്ങൾക്ക് വേണ്ടി ആ സർജറി ചെയ്തു. അത് ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റി. 6 മാസം നല്ല റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ 1.5 മാസം ആയപ്പോഴത്തേനും ഞങ്ങളിവിടെ റാലിയിൽ പങ്കെടുക്കാൻ വന്നു. പിന്നെ 2 മാസം ആകുമ്പോഴത്തേനും ആൾ വർക്കിന് പോയി തുടങ്ങി. അങ്ങനെ ഒരു ഓപ്പറേഷൻ ചെയ്തതായിട്ട് ആളുടെ ശരീരത്തിൽ അങ്ങനെ തോന്നണില്ല എന്നാണ് ആൾ പറഞ്ഞത്. ഇപ്പം എല്ലാ വർക്കും ആൾ ചെയ്യുന്നുണ്ട്.
ഞങ്ങൾ അതുപോലെ ഞങ്ങളുടെ അമ്മ, ഹസ്ബൻഡിൻ്റെ അമ്മ ഉടമ്പടി എടുത്തു. ഞങ്ങളിപ്പോൾ ഞാൻ അത്രയും വിഷമിച്ച് പ്രാർത്ഥിച്ച സമയങ്ങളായിരുന്നു. ഞാൻ ആരും അറിയാതെ ഞാൻ അടുക്കളയിലൊക്കെ വെച്ച് പ്രാർത്ഥിച്ചത്. കഞ്ഞിങ്ങളത്തിൻ്റെ പിന്നിൽ തിരി കത്തിച്ചിട്ടായിരുന്നു ഞാൻ എൻ്റെ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചായിരുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു രൂപം മാതാവിൻ്റെ മേടിച്ചിട്ടുണ്ട്. ആൾ ഫാബ്രിക്കേഷൻ്റെ വർക്കാണ്. ഇതുപോലൊരു രൂപം കൂടെ ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഞങ്ങൾ 5:30 ഞങ്ങൾ കുടുംബസമേതം മുട്ടുമ്പോൾ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും. ഞങ്ങൾ അത് കഴിഞ്ഞ് ഞങ്ങൾ അന്ന് കുർബാന കൂടും. ടി വിയിൽ കുർബാന, ധ്യാനം. ഒരു ദിവസം 8 മണി വരെ ഞങ്ങൾ ടി വിയിൽ എല്ലാ പരിപാടി, കുർബാന, ധ്യാനം, ആരാധന എല്ലാം ഞങ്ങൾ കാണും. ഞങ്ങൾ കുടുംബത്തോടൊക്കെ ഞങ്ങളെല്ലാം കാണും. എൻ്റെ മക്കൾ കുഞ്ഞു മക്കളാണ്. ആ മക്കൾ സ്കൂളിൽ പോകുമ്പോൾ അവർ ബൈബിൾ വായിച്ചിട്ടാണ് പോണത്. എന്നും സങ്കീർത്തനം 91 അധ്യായം വായിച്ചാണ് അവർ പോവുള്ളൂ. ഞാൻ ഒരു പ്രാവശ്യം അച്ഛൻ്റെ ധ്യാനം കൂടണം, ഒരു വട്ടെങ്കിലും കൂടണം എന്നാണ് ഞാൻ മാതാവിൻ്റെ അടുത്ത് ഞാൻ ആഗ്രഹം പറഞ്ഞ് പ്രാർത്ഥിച്ചത്. ഞങ്ങളിപ്പോൾ എല്ലാ മാസവും ഒരാഴ്ച ഞങ്ങളിവിടെ വരും ധ്യാനം കാണാൻ. ഇവിടെ ഈ ഫ്രണ്ടിൽ അമ്മ മാതാവ് ഞങ്ങൾക്ക് വേണ്ടിയുള്ള എടുത്തു വെച്ചിട്ടുള്ള സീറ്റാണ് ഈ ഫ്രണ്ടിൽ. എത്ര നേരം വൈകി വന്നാലും ഞങ്ങൾക്ക് 2 പേർക്കും ഇവിടെ ഈ ഫ്രണ്ടിൽ ഇരുന്നിട്ട് തന്നെ അച്ഛൻ്റെ ധ്യാനം കാണാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കും. ഞങ്ങളതുപോലെ ഞങ്ങളുടെ 11 വർഷമായിട്ട് ഞങ്ങളുടെ ആധാരം പണയത്തിലായിരുന്നു. എടുക്കാൻ ഞങ്ങൾക്കൊരു മാർഗ്ഗമില്ല. ഇവിടെ വണക്കമാസത്തിൻ്റെ സമയത്ത് ഞങ്ങൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. 21-ാം തീയതി ഞാനൊരു ഡേറ്റ് ഇട്ടു. ഒരു 17 ആകുമ്പോഴേക്കും ഞങ്ങൾക്ക് കുറച്ച് പൈസ റെഡിയായി. ഞങ്ങൾ 21-ാം തീയതിക്ക് മുന്നേ തന്നെ ഞങ്ങൾക്ക് ആധാരം എടുക്കാനായിട്ട് ഞങ്ങൾക്ക് പറ്റി. അതുപോലെ ഞങ്ങളുടെ പട്ടയം ഉണ്ടായിരുന്നില്ല, ആ പട്ടയം എല്ലാം ഇപ്പോൾ ശരിയായി ഞങ്ങൾക്ക്. അതുപോലെ പുതിയ ഭവനത്തിനുള്ള ലോണ് പാസ്സായി. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വെള്ളം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ മാതാവിൻ്റെ അടുത്ത് നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വെള്ളം സ്ഥാനം നോക്കാൻ വന്നപ്പോൾ ഞങ്ങളുടെ അവിടെ വെള്ളം അധികം ഇല്ലാത്ത സ്ഥലമാണ്. അവിടെ വന്ന സ്ഥാനം നോക്കി അവർ പറഞ്ഞു 300 അടിയെങ്കിലും അടിക്കേണ്ടി വരും വെള്ളം കിട്ടാമെന്ന് പറഞ്ഞു. 300 കഴിഞ്ഞ് 350 വെള്ളമില്ല. അപ്പോൾ അവർ പറഞ്ഞു വെള്ളം കിട്ടാൻ തീരെ ചാൻസ് ഇല്ല, നിങ്ങൾ എന്താ ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് 400 ആകുമ്പോൾ നിർത്താമെന്ന് പറഞ്ഞു. ഞങ്ങൾ അന്നേരം വേഗം തിരി കത്തിച്ച് ഞങ്ങൾ 2 പേരും പ്രാർത്ഥിച്ച് അപ്പം തന്നെ ഞങ്ങൾ മാതാവിൻ്റെ ഉപ്പെടുത്ത് ഞങ്ങളവിടെ അടിക്കുന്ന സമയത്ത് ഞങ്ങളവിടെ ഉപ്പിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ച് പറഞ്ഞു ഞങ്ങൾക്ക് മാതാവ് ഞങ്ങളുടെ പൈസ പോണേനല്ല, ഞങ്ങൾ ഹിന്ദുക്കളായിട്ടും ഞങ്ങൾ മാതാവിനെ വിശ്വസിക്കുന്നത് എല്ലാവരും ഞങ്ങളെ പരിഹസിക്കുന്നത്. അപ്പം ഇനി ഇത് മാതാവിനെ ഇതിൻ്റെ പേരിൽ ഞങ്ങൾ കൂടുതൽ എല്ലാവരും പരിഹസിക്കുക. അപ്പോൾ അതാണ് ഞങ്ങൾക്ക് ഏറ്റവും അധികം വിഷമം ഉണ്ടായിരുന്നത്. ഞങ്ങൾ പ്രാർത്ഥിച്ചു, മാതാവേ അമ്മയുടെ ആവശ്യം ഞങ്ങൾക്ക്, അമ്മയുടെ പ്രത്യക്ഷീകരണം സ്ഥിരീകരിക്കാനായിട്ട് ഞങ്ങൾക്ക് ഈ വെള്ളം അമ്മ കാണിച്ചു തരണം. ഇവിടെ അച്ഛൻ പറഞ്ഞൊരു പ്രാർത്ഥന എൻ്റെ മനസ്സിൽ വന്നു. ദൈവപിതാവേ അങ്ങയുടെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കുന്നതിനായി ഞങ്ങളുടെ പറമ്പിന് നേരെ കൈകൾ നീട്ടണേ എന്ന് പറഞ്ഞ് ആ കുഴലടിക്കുന്ന സ്ഥലത്തേക്ക് കൈ നീട്ടി. ഞാൻ 10 പ്രാവശ്യം പ്രാർത്ഥിക്കാൻ വെച്ചാൽ ഞാൻ 7 പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോഴത്തേനും 375 അടിയായി. പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് വെള്ളം കണ്ടപ്പോൾ അവർ പറഞ്ഞു ഇത് നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്, അങ്ങനെ കിട്ടിയ വെള്ളമാണോ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളുടെ അവിടെ ഇതേപോലെ അടുത്ത് തന്നെ കുഴലടിച്ചിട്ട് പെട്ടെന്ന് വെള്ളം കണ്ടിട്ട്, പക്ഷെ അത് ചെളിവെള്ളമായിട്ട് അവർക്കത് യൂസ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഇത് കുറേ പാറയായതുകൊണ്ട് നിങ്ങൾക്ക് ഇത് വെള്ളം നല്ല വെള്ളമാണെന്ന് നിങ്ങൾക്ക് കിട്ടിയേക്കണത്. അങ്ങനെ ഞങ്ങൾക്ക് കുറേ അനുഗ്രഹങ്ങൾ മാതാവിൻ്റെ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ അമ്മയും ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഉടമ്പടി എടുത്ത് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. ആ കാരുണ്യ പ്രവർത്തനം ചെയ്യാനായിട്ട് ഞങ്ങളുടെ അവിടെ ഒരു തളർന്ന് കിടക്കണ പേഷ്യൻസ് ഉള്ളൊരു സ്ഥാപനമുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ പോയി അവിടെ കുഞ്ഞുങ്ങളുണ്ട്. അവരെ അവർക്ക് ഫുഡ് വാരി കൊടുക്കും, അവരെ തുടയ്ക്കും, അവരെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യും. അതുപോലെ ഇവിടുന്ന് കിട്ടുന്ന പത്രം ഞങ്ങൾ മാതാവിൻ്റെ ഇവിടുത്തെ എല്ലാ അത്ഭുത പ്രവൃത്തികളെല്ലാം പറഞ്ഞ് ഞങ്ങളുടെ അനുഭവവും പറഞ്ഞ് ഞങ്ങൾ പത്രം എല്ലാവർക്കും കൊടുക്കും. ഒരാളെ അതേപോലെ കണ്ട് ഞങ്ങൾ സംസാരിച്ചാൽ പിന്നെ ഞങ്ങൾ സംസാരം അവസാനിക്കുക ഞങ്ങൾ കൃപാസന മാതാവിൻ്റെ കാര്യം പറഞ്ഞായിരിക്കും. ഞങ്ങളെല്ലാവരുടെ അടുത്ത് ഞങ്ങൾ മാതാവിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ പറയും. ഞങ്ങളെ കൊണ്ടാവുന്നത് പോലെ ഞങ്ങൾ സാമ്പത്തികമായിട്ട് എല്ലാവരെയും സഹായിക്കും.
അതുപോലെ തന്നെ എനിക്ക് ഉപവസിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കത് പറ്റുമോ എന്നുള്ളത് എനിക്ക് അറിയണ്ടായില്ല. ഞാൻ ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ ഞാൻ 3 മണി വരെയൊക്കെ അങ്ങനെ ഫുഡ് കഴിക്കാണ്ടിരുന്നു. ഇപ്പം ഞാൻ ആഴ്ചയിൽ 2 ദിവസം ഞാൻ 6 മണി വരെ ഞങ്ങൾ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കും. 6 മണിയായിട്ട് ഞാൻ ഫുഡ് കഴിക്കുള്ളൂ. ഇപ്പോൾ നോയമ്പ് കാലം ആയതുകൊണ്ട് വെള്ളിയാഴ്ചയും കൂടി ഞങ്ങൾ എടുക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ ആഴ്ചയിൽ 3 ദിവസം ഇപ്പം ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ എല്ലാവരും ഇതേപോലെ എല്ലാ നോയമ്പും എല്ലാം എടുത്തിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ബൈബിൾ വായിക്കും, കൊന്ത ചൊല്ലും. ഹസ്ബൻഡിൻ്റെ അമ്മയൊക്കെ 1000 മണി ദിവസം ചൊല്ലാറുണ്ട്. ഞങ്ങളിപ്പോൾ കുരിശിൻ്റെ വഴി ചൊല്ലാറുണ്ട്. ഞങ്ങളെല്ലാ പ്രാർത്ഥന ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. ഇത്രയും അനുഗ്രഹം തന്ന മാതാവിന് ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. കൃപാസന മാതേ അമ്മേ, കാരുണ്യകേദാരം നീയേ, വാഗ്ദാന പേടകമമ്മേ, മോക്ഷകവാടവും നീയേ. അമ്മ മാതാവിന് കോടാനുകോടി നന്ദി. എൻ്റെ പേര് അഞ്ജിത. ഞാൻ കൊല്ലത്ത് നിന്ന് വരുന്നു. 2016 എൻ്റെ അമ്മ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അതേ വർഷമാണ് ഞാൻ BSc നഴ്സിങ്ങിന് ജോയിൻ ചെയ്യുന്നതും. അതിലെ ഓരോ വർഷവും അമ്മയുടെ ഉടമ്പടി കാശുരൂപം കൊണ്ടാണ് ഞാൻ എക്സാമിന് പോകുന്നത്. ആ ഉടമ്പടി കാശുരൂപത്തിൽ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുകയും ആ ഉടമ്പടി കാശുരൂപമായി ഞാൻ എക്സാമിന് കയറുകയും ചെയ്യുമായിരുന്നു. അതിലൂടെ എല്ലാ വർഷവും എനിക്ക് പാസ്സാവാൻ സാധിച്ചു. അത് കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞ് ജോലിക്കായി കയറി. ആദ്യം നാട്ടിലൊക്കെ അന്വേഷിച്ചെങ്കിലും നാട്ടിൽ വേറെ 6000 രൂപയെ സാലറി ഉള്ളെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ അമ്മ മാതാവിനോട് മധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് മുംബൈയിൽ ഒരു ജോലി കിട്ടി. 18,500 രൂപ സാലറിയോടെ എനിക്ക് അവിടെ കയറാൻ പറ്റി. അതിനുശേഷം 2 വർഷം ഞാൻ അവിടെ ജോലി ചെയ്തു. അത് കഴിഞ്ഞ് കല്യാണം ഉറപ്പിച്ച് നാട്ടിലേക്ക് വന്നു. കല്യാണം ഉറപ്പിച്ചെങ്കിലും അതെങ്ങനെ നടത്തും എന്നൊരു ഇതുമില്ലായിരുന്നു. 1 രൂപ പോലും അതിന് വേണ്ടിയിട്ട് സാമ്പത്തികമായിട്ട് നീക്കി വെച്ചിട്ടില്ലായിരുന്നു. പക്ഷേ അമ്മ മാതാവ് കല്യാണം ഉറപ്പിച്ച തീയതികളിൽ എവിടുന്നാ പൈസ വരുന്നതെന്നൊന്നും അറിഞ്ഞുകൂടാ. പക്ഷേ എല്ലാം ഒരു തടസ്സം ഇല്ലാതെ നടന്ന് എൻ്റെ കല്യാണം നല്ല രീതിയിൽ നടന്നു. അത് കഴിഞ്ഞ് ഞാൻ നാട്ടിൽ തന്നെ ജോലിക്ക് കയറി. അത് കഴിഞ്ഞ് മാർച്ചിലേക്ക് 2025 മാർച്ചിലേക്ക് ഞാൻ സൗദിയിലേക്ക് പോകാനുള്ള എക്സാമിന് ഡേറ്റ് എടുത്തു. എക്സാമിന് ഡേറ്റ് എടുത്തതിന് ശേഷം അമ്മ ഇവിടെ ഉടമ്പടി പുതുക്കാനായിട്ട് വരുന്നു. അന്നേരം എന്നോട് വരുന്നോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ വരാമെന്ന് പറഞ്ഞു. ചുമ്മാ വന്നു. അമ്മ ഉടമ്പടി പുതുക്കുന്നതിൻ്റെ കൗൺസിലിങ്ങിനായി മേലോട്ട് പോയി. ഞാൻ ആ സൈഡിലിരിക്കുമായിരുന്നു. അപ്പോഴും ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കണോ എന്നുള്ള രീതിയിലൊന്നും അല്ല വന്നത്. പക്ഷെ ഞാൻ അവിടെ ഇരുന്നപ്പോൾ ഞാൻ അറിയാതെ ഞാൻ കരയുക. എന്തുവാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അറിയാതെ ഞാൻ എൻ്റെ അമ്മയോട് പ്രാർത്ഥിച്ചു പോയി. അത് കഴിഞ്ഞ് എനിക്ക് എക്സാമിന് പോകണമെങ്കിൽ ഒരു 10 ദിവസത്തെ ക്രാഷ് കോഴ്സിന് പോകണമായിരുന്നു. ഞാൻ ഇപ്പോൾ ജോലി ചെയ്യുന്നിടത്തു നിന്ന് എനിക്ക് 10 ദിവസം എന്തായാലും ലീവ് കിട്ടത്തില്ല. ഞാൻ അഥവാ 10 ദിവസം ലീവ് എടുത്താൽ ഞാൻ ആ ജോലി റിസൈൻ ചെയ്യണം. അതെങ്ങനെ ചെയ്യും എന്ത് ചെയ്യുമെന്ന് അറിയാതെ ഞാൻ അമ്മയോട് ഇവിടെ പറഞ്ഞിട്ട് പോയി. എനിക്കൊരു വഴിയില്ല, എന്തെങ്കിലും ഒരു വഴി എനിക്ക് കാണിച്ചു തരണമെന്ന്. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്ന് 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കാലിൻ്റെ ലിഗമെൻറ്റിന് ചെറിയൊരു പ്രോബ്ലം വന്നു. അങ്ങനെ ഞാൻ ഡോക്ടറിനെ കൊണ്ട് കാണിച്ചു. അപ്പോൾ ഡോക്ടറിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് 2 ആഴ്ചത്തേക്ക് മെഡിക്കൽ ലീവ് കിട്ടി. ആ മെഡിക്കൽ ലീവ് ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് കൊണ്ട് കാണിക്കുകയും ആ ലീവിൻ്റെ സമയത്ത് ഞാൻ പോയി ക്രാഷ് കോഴ്സ് അറ്റൻഡ് ചെയ്യുകയും എക്സാം എഴുതുകയും ചെയ്തു. എക്സാം എഴുതാൻ പോയപ്പോൾ അവിടെ നല്ല സെക്യൂരിറ്റി ചെക്കിംഗ് ആയിരുന്നു. നമുക്കൊന്നും കൊണ്ട് കയറാൻ പറ്റത്തില്ല, പാസ്പോർട്ട് മാത്രമേ കൊണ്ട് കയറാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ പാസ്പോർട്ടിൻ്റെ അകത്ത് ഇവിടുത്തെ അമ്മ മാതാവിൻ്റെ ഉപ്പ് പാസ്പോർട്ടിൻ്റെ അകത്തിട്ട് കാശ് രൂപ എൻ്റെ ഉടുപ്പിൽ പിന്ന് കൊത്തി വെച്ചുകൊണ്ട് കാശ് രൂപമായിട്ട് ഞാൻ കയറി. ഞാൻ ഇരുന്ന് എഴുതുന്ന കമ്പ്യൂട്ടറിന് ചുറ്റും ആ ഉപ്പിൻ്റെ പൊടി ഞാൻ തട്ടിയിട്ട് എന്നിട്ട് ഞാൻ എക്സാം എഴുതാൻ തുടങ്ങി. എന്നാലും എനിക്ക് പേടിയായിരുന്നു. എനിക്ക് സമയത്തിന് ഇത്ര എഴുതി തീർക്കാൻ പറ്റുമോ, എനിക്ക് ഉത്തരങ്ങളൊക്കെ കിട്ടുമോ എന്ന് എനിക്ക് പേടിയായിരുന്നു. പക്ഷേ എൻ്റെ പുറകിൽ നിന്ന് അമ്മ മാതാവ് എനിക്ക് ഓരോ ഉത്തരവും പറഞ്ഞു തരുന്നതായിട്ട് എനിക്ക് തോന്നി. എല്ലാ ഉത്തരവും എനിക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റി. സമയത്തിന് മുന്നേ എല്ലാം അറ്റൻഡ് ചെയ്യുകയും ഒന്നുകൂടെ എനിക്ക് എല്ലാം ശരിയാണോ എന്ന് നോക്കാൻ പറ്റുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ വെളിയിൽ വന്നപ്പോഴത്തേക്ക് എൻ്റെ അമ്മയും അനിയനും വെളിയിലിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അവരെന്നോട് പറഞ്ഞു, അമ്മ ഇവിടെ വന്നിട്ടുണ്ട്, അമ്മയുടെ സുഗന്ധം ഞങ്ങൾക്ക് അനുഭവിച്ചു, നീ എന്തായാലും പരീക്ഷയ്ക്ക് പാസ്സാവുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പരീക്ഷയ്ക്ക് ഞാൻ പാസ്സായി. അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂകളൊക്കെ സൗദിയിലേക്ക് പോകാനുള്ള ഇൻ്റർവ്യൂകളൊക്കെ നോക്കിയെങ്കിലും ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ പാസ്സായെന്നോ ഫെയിലായെന്നോ ഒന്നും അവർ പറയുന്നില്ല. അങ്ങനെ തടസ്സം വന്നപ്പോഴത്തേക്ക് ജൂൺ 26-ാം തീയതി ഞാനിവിടെ വന്ന് എനിക്കായിട്ട് പുതിയ ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അത് സെലക്ട് ആയെന്ന് ഏജൻസിക്കാർ പറഞ്ഞു. പക്ഷേ ഓഫർ ലെറ്റർ ഒന്നും വന്നില്ല. 1 മാസം കഴിഞ്ഞിട്ട് ഓഫർ ലെറ്റർ വന്നില്ല.
അന്നേരത്തേക്ക് സെപ്റ്റംബറായി, മാതാവിൻ്റെ ജനന തിരുനാളായി. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ നിൻ്റെ ജനന തിരുനാളാണ് സെപ്റ്റംബർ 8-ാം തീയതി, എനിക്ക് സമ്മാനമായിട്ട് നീ എനിക്കൊരു ജോലി തരണം എന്ന് പറഞ്ഞു. സെപ്റ്റംബർ 8-ാം തീയതി ഏജൻസിക്കാരെനിക്ക് മെസ്സേജ് അയക്കുന്നു. ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ഒരു 2 മാസത്തിൽ കൂടുതലായി. ഒരു മിനിസ്ട്രിയുടെ ഇൻ്റർവ്യൂ ആയിരുന്നു. ആ ഇൻ്റർവ്യൂ എനിക്ക് കിട്ടി. സാലറി ഓക്കെ ആണോ എന്ന് ചോദിച്ച് അവരെനിക്ക് മെസ്സേജ് അയക്കുന്നു. ഞാൻ പറഞ്ഞു സാലറി ഓക്കെ ആണെന്ന്. അവർ പെട്ടെന്ന് തന്നെ എനിക്ക് ഓഫർ ലെറ്റർ കിട്ടുന്നു. അങ്ങനെ എനിക്ക് സൗദി മിനിസ്ട്രിയുടെ അണ്ടർ, ഞാൻ വേറൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഒരിക്കലും ഞാൻ മിനിസ്ട്രിയുടെ അണ്ടറിൽ കയറണോ ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ അമ്മ മാതാവ് എനിക്ക് വലുതായിട്ടൊരു കാര്യം വെച്ചതുകൊണ്ടാണ് ഇത്രയും നീട്ടിപ്പിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ലതിന് വേണ്ടിയാണ് അമ്മ ഇത്രയും സമയം എടുത്തതെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് സൗദി മിനിസ്ട്രിയിൽ തന്നെ ജോലി കിട്ടി. ആ ഓഫർ ലെറ്റർ എനിക്ക് കിട്ടി. അതിനുശേഷം ഞാനിപ്പം മെഡിക്കലിന് പോകാനായിട്ട് നിൽക്കുമായിരുന്നു. അപ്പം മെഡിക്കൽ ഞാൻ വിചാരിച്ചു എൻ്റെ HBയുടെ അളവ് ഒന്ന് നോക്കിയിട്ട് പോകാമെന്ന്. അങ്ങനെ HBയുടെ അളവ് മെനഞ്ഞാന്ന് ചെന്ന് നോക്കിയപ്പം HBയുടെ അളവ് എനിക്ക് 9.4 ഉള്ളൂ. അപ്പോൾ ഏജൻസിക്കാർ പറഞ്ഞു ഏതെങ്കിലും ഡോക്ടറിനെ കാണിച്ച് എന്തോ പറയുന്നതെന്ന് നോക്കാൻ പറഞ്ഞു. ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു 9.4 ഇനി കയറി വരണമെങ്കിൽ 1 മാസത്തിൽ കൂടുതൽ എടുക്കും, അങ്ങനെ ഇത് 9.4 വെച്ച് മെഡിക്കൽ എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ മനസ്സിൽ വിചാരിച്ചു ഈ ഡോക്ടർക്ക് പറ്റാത്തത് എൻ്റെ ദൈവമായ ഡോക്ടറിന് പറ്റും എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമായ ഡോക്ടറെ എൻ്റെ കാര്യം സാധിച്ചു തന്നു. എനിക്ക് പിറ്റേന്ന് ഇന്നലെ നോക്കിയപ്പം എനിക്ക് 11.1 ഉണ്ട്, 11.1 HB കൂടിയിട്ടുണ്ട്. ഈ ആഴ്ച തന്നെ ഞാൻ മെഡിക്കൽ എടുക്കാൻ പോവുകയാണ്. ഇനി എൻ്റെ ഉള്ള വിസ പ്രോസസ്സിങ്ങിനും എൻ്റെ അമ്മ മാതാവിൻ്റെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അമ്മ മാതാവിന് കോടാനുകോടി നന്ദി. കാരുണ്യ പ്രവർത്തികൾ ഞാൻ എൻ്റെ ഫീൽഡ് എന്ന് പറയുന്നത് നേഴ്സിംഗ് ആണ്. ഞാൻ ജോലി ചെയ്യുന്നത് ഡയാലിസിസ് രോഗികളുടെ വിഭാഗത്തിലാണ്. അത് തന്നെ എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. എൻ്റെ ജോലി സമയം കഴിഞ്ഞാൽ ഞാൻ അവർക്ക് ശുശ്രൂഷ ചെയ്ത് അവിടെ നിൽക്കാറുണ്ട്. അവർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കാറുണ്ട്. പൈസ ഇല്ലാത്തവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യാറുണ്ട്. കൃപാസനം പത്രം ഞാൻ ജോലി ചെയ്യുന്ന മേഖലകളിലും പിന്നെ രോഗികൾക്കും കൊടുക്കാറുണ്ട്. പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് അത് കേൾക്കുമ്പോഴാണ്, ഇത്രയും താമസങ്ങൾ ഉണ്ടാകുമ്പോഴും എനിക്കൊരു ആത്മശക്തി തരുന്നത് അച്ഛൻ്റെ ഡെയിലി ബ്രെഡായിരുന്നു. ഓരോ പ്രാവശ്യം അത് കേൾക്കുമ്പോൾ എനിക്ക് ആത്മശക്തി കൂടുമായിരുന്നു. അമ്മ മാതാവിന് 1000 നന്ദി.